Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തൃശ്ശൂർ സ്റ്റൈൽ കൂട്ടുകറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടും എങ്ങനെയാണ് ഈ ഒരു കൂട്ടുകറി വീട്ടിൽ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കടലപ്പരിപ്പ് ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് നന്നായി കഴുകി വെള്ളത്തിൽ ഒരു 5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്നും വാർത്ത് ഒരു കടായിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കടായിലോട്ട് നമ്മുടെ കടലപ്പരിപ്പ് ഇട്ടു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂടി വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. കടലപ്പരിപ്പിൽ വെള്ളമൊക്കെ തിളച്ച് ചെറുതായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വേവാവണമെന്നൊന്നുമില്ല, കാരണം ഓൾറെഡി നന്നായി കുതിർത്തെടുത്തിട്ടുള്ള കടലപ്പരിപ്പാണ്. അപ്പോൾ ചെറുതായി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് കുമ്പളങ്ങ, 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് കായ, 1/4 കപ്പ് മത്തങ്ങ, 1/2 കപ്പോളം ചേന, ഇത്രയും ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം, കുറവ് വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ചില ചേന ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് വരില്ല. അതുകൊണ്ടാണ് ഉപ്പ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാത്തത്. ഇനി അത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ പച്ചക്കറിയുടെ കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു കറി. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും 20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വരും കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പ് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് നാളികേരം ചെറുകിയതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ നാളികേരത്തിൻ്റെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കാം. അപ്പോൾ മെയിനായിട്ട് നമുക്കിതിലെ ചേനയും അതുപോലെ കടലപ്പരിപ്പും നല്ലതുപോലെ വെന്തോന്ന് നോക്കിയാൽ മതി, കാരണം അത് രണ്ടും വെന്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് വേവുന്ന കഷ്ണങ്ങളാണ്. അപ്പോൾ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കടലപ്പരിപ്പ് വെന്തോന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ആ നാളികേരത്തിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി നന്നായി ഒന്ന് കുക്കായി വരും. ഇനി വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വേണ്ടത് ശർക്കര ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ ശർക്കര ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി മധുരം ഇഷ്ടമാണ് ഈ ഒരു കറിക്ക് എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോളം നമുക്ക് ശർക്കര ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായി മെൽറ്റായിട്ട് കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് സെറ്റായി വരും. അങ്ങനെ 2 മിനിറ്റ് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇത് നമ്മൾ വറുത്തരച്ച കൂട്ടുകറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള നാളികേരം വറുത്തെടുക്കണം. അതിനുവേണ്ടി മറ്റൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് നാളികേരം ചിരകിയതിട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നാളികേരമൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ കറിയിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള നാളികേരവും അതുപോലെ താളിപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകറി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള തൃശ്ശൂർ സ്റ്റൈൽ കൂട്ടുകറി റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കൂട്ടുകറി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, കാരണം ആ ഒരു മധുരവും എരിവൊക്കെ കൂടി ചേർന്നിട്ട് നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.